body of Christ. ക്രിസ്തുവിന്റെ ശരീരം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. This morning we have seen very clearly ഇന്ന് രാവിലെ നമ്മുടെ സമയത്ത് നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടു that the Lord has called us out that we might be a people, a man, a body for the Lord. നമ്മെ കർത്താവ് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് നാം ദൈവത്തിന് ഒരു ശരീരമാകുവാൻ, ഒരു ജനമാകുവാൻ ആയിട്ടാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്, ഒരു മനുഷ്യരായി തീരുവാനായിട്ടാണ്. We have seen that many who call themselves to be the church today, they seem to be not the true body because they have not come into a place of building themselves into that one body. നാം ഇന്ന് സഭകളെന്ന് വിളിക്കപ്പെടുന്നതായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ അവര് കർത്താവിന്റെ വചനപ്രകാരം തങ്ങളെ തന്നെ പണിത് ക്രിസ്തുവിൽ ഒരേ പുതു മനുഷ്യരായി തീർന്നിട്ടില്ല എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് വാസ്തവത്തിൽ സഭകളല്ല, We see that the middle wall of partitions are so strong and they are maintaining them and they are building them very strongly even in these days. വേർപാടിന്റെ നടിച്ചോർ വളരെ ബലവത്തായതും അവരുടെ ജീവിതത്തിൽ ആ വേർപാടിന് നടിച്ചോർ വീണ്ടും വീണ്ടും അത് ശക്തമായിട്ട് വളർത്ത് ഉയർത്തുന്നതായിട്ടുമാണ് കാണുന്നത്. And that is why we see fragments and splinter groups and divisions and all kinds of problems in the spiritual world today. അതുകൊണ്ടാണ് ചേരിതിരിവും വേർപാടുകളും അങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സഭകളിൽ നടക്കുന്നത്. And so we have seen very clearly that the Lord wants to make two into one in this body of Christ. അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ വേദപുസ്തകത്തിൽ കണ്ടു ഇരുപക്ഷത്തെയും ഒന്നാക്കി ക്രിസ്തുവിൽ ഒരേ പുതു മനുഷ്യനാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന്. Now, one of the metaphors to relate to the church, there are many metaphors or many examples the Apostle Paul we can see using in the New Testament. അപ്പോസ്തലനായ പൗലോസ് സഭയെ എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടി പലവിധമായ മാധ്യമങ്ങൾ, പലവിധമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതായി കാണാൻ സാധിക്കും. Yeah, we can see that the church is related to a flock. സഭയെ ഒരു ആട്ടിൻകൂട്ടമായിട്ട് ഉപയോഗിച്ചാണ്. We can see the church is related to or is shown as a bride in the Bible. വേദപുസ്തകത്തിൽ സഭയെ മണവാട്ടിയായിട്ട് ചിത്രീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. We can say the church is shown as a nation in the Bible. വേദപുസ്തകത്തിൽ സഭയെ ഒരു രാജ്യമായിട്ട് ചിത്രീകരിക്കുന്നതായിട്ട് സാധിക്കും. But one of the metaphors that is quite often or repeatedly used in the New Testament by Apostle Paul is the metaphor of the physical body. വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് സഭയെ ചിത്രീകരിക്കുന്നതായുള്ള ഒരു വാക്ക് ശരീരം എന്നുള്ളതാണ്. He uses the analogy or the pattern of a human body to relate and explain the local church or the body of Christ. ക്രിസ്തുവിന്റെ ശരീരത്തെ അല്ലെങ്കിൽ പ്രാദേശിക സഭയെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി കർത്താവ് സ്വാഭാവിക ശരീരത്തിന് രൂപമെടുക്കുന്നതാണ് കാണാൻ സാധിക്കും പൗലോസ്. Yeah, we see that we are not mere members, but we have to be people who are built into one. നമ്മൾ വെറും അംഗങ്ങളാകുക മാത്രമല്ല, നാം എല്ലാവരും ചേർന്ന് പണിയപ്പെട്ട് ഒന്നായി തീരണമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. Yeah, if you go to a medical college and to the anatomy lab, നിങ്ങൾ ഒരു മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് ഈ ശവശരീരങ്ങളെ കീറിമുറിക്കുന്ന സ്ഥലങ്ങൾ ചെന്ന് നോക്കുകയാണെങ്കിൽ we can see there human members are cut and put in different places. ഈ ആ മുറിയിലെ പല സ്ഥലങ്ങളിലായി മനുഷ്യ ശരീരങ്ങൾ വെട്ടി മുറിച്ച് മാറ്റിയിരിക്കുന്നതാണ് For സാധിക്കും. the purpose of learning by the medical students. മെഡിക്കൽ സ്റ്റുഡൻസിനെ പഠിക്കുവാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. But we see that merely because they have the human members or the members of the human body lying, they are not a lively body there. ഇങ്ങനെ ഈ ശരീരത്തിന്റെ പല ഭാഗങ്ങളും പലതായി കിടക്കുന്നത് കൊണ്ട് ഒരിക്കലും അതൊരു ശരീരമാകുന്നില്ല. But we see that in order to have a functioning, living, manifesting body, the members should be put together and there should be life within. പ്രവർത്തനക്ഷമമായ ഒരു ശരീരം ഉണ്ടാവണമെങ്കിൽ ഈ അവയവങ്ങളെല്ലാം തമ്മിൽ ചേർക്കപ്പെടുകയും ജീവൻ അതിന്റെ ഉള്ളിൽ പകരുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. Yeah, so we need to realize that the church is to be locally a body of believers reflecting the life of Jesus. എന്നാൽ അതുകൊണ്ട് സഭ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ തേജസ്സിനെ വെളിപ്പെടുത്തുന്നതാണ്. പ്രാദേശിക സഭ അല്ലെങ്കിൽ പ്രാദേശികമായ വിശ്വാസികൾ ഒന്നിച്ചു ചേർന്ന ഒരു ശരീരമാണ്. We read this in Ephesians chapter 4 and verse 16. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. Please read. Someone read in King James. കിങ് ജെയിംസ് വേർഷനിലാണ് വായിക്കുന്നത്. 4:16. From whom the whole body fitly joined together and Okay, someone is reading. from whom the whole body fitly joined together and compacted by that which every joint supplies according to the effectual working in the measure of every part, maketh increase of the body unto the edifying of itself in love. Yeah. Someone read in Malayalam, please. ശരീരം മുഴുവനും യുക്തമായി
ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അവധി വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സംഖ്യയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. Right. So we see here, can you please read Shaji in this? Yeah, it's a beautiful For translation. because of him, the whole body, Yeah. that is the church in all its various parts closely, joined and firmly knit together by the joints and ligaments, Firmly knit together by the joints and the ligaments. Yeah. with which it is supplied, when each part, with power adapted to its need, is working properly in all its functions, grows to full maturity, building itself up in love. Praise God. So we see, Paul says this local church, it is supposed to be one that is fitly framed or joined together with one another. Then it grows into its maturity. ഇവിടെ പൗലോസ് പറയുന്നത് ക്രിസ്തുവിന്റെ സഭയാകുന്ന ശരീരം അവയവങ്ങളെല്ലാം ചേർന്ന് ഒന്നായി പണിത് ഒന്നായി ചേർന്നെങ്കിൽ മാത്രമേ അവ വളർച്ച പ്രാപിക്കാൻ സാധിക്കൂ. Yeah, we see that, the spirit is actually invisible. വാസ്തവത്തിൽ ആത്മാവെന്ന് പറയുന്നത് അദൃശ്യമാണ്. But the Lord has given, the Father has given to the Lord Jesus Christ a body upon this earth to reflect His life through the Holy Spirit. The Father has given. പിതാവായ ദൈവം യേശുക്രിസ്തുവിന് ഈ ലോകത്തില് പിതാവിന്റെ തേജസ് വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിനാൽ ഒരു ശരീരം നൽകിയുണ്ടായി. Yeah, we see that the body of Christ today, the church is to reflect and reveal the life of Jesus through the working of the Holy Spirit. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സഭയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് യേശുക്രിസ്തുവിന്റെ തേജസ് വെളിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. So we see that the Holy Spirit is invisible, but the Holy Spirit working has to be visible through the church to the world today. പരിശുദ്ധാത്മാവ് അദൃശ്യമാണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്നുള്ളത് സഭ മുഖാന്തരം ലോകത്തിന് ദൃശ്യമാകേണ്ടതായിട്ടുണ്ട്. So we see that the local church is called to reflect and radiate the life of the Lord Jesus Christ. അതുകൊണ്ട് പ്രാദേശിക സഭ എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ ജീവനും മഹത്വവും ശക്തിയും ഈ ലോകത്തിന് പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തി കൊടുക്കാനുള്ള മുഖാന്തരമാണ്. Yeah, we have seen today, it is so sad, the present day Christianity, the present day spirituality so miserably failed to reflect and show forth the life of Jesus Christ. എന്നാൽ ഇന്നത്തെ ക്രിസ്ത്യാനി ഇന്നത്തെ ആത്മീകത്വം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ്. The reason is that they have gone into the flesh, they have gone into lots of politics, they have gone into their own things. ജഡത്തിന്റെ പിന്നാലെയും സഭാ രാഷ്ട്രീയത്തിന്റെ പിന്നാലെയും ഒക്കെ സഭ പോയിപ്പോയതാണ് ഇതിന്റെയൊക്കെ കാരണം. But we need to see that in spite of all this, in these last days, God is restoring His church. എന്നാൽ ഇതെല്ലാം ഉപരിയായിട്ട് കർത്താവ് തന്നെ സഭയെ ഈ ദിവസങ്ങളിൽ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. It is one thing for the people to say glory to God. It is another thing for people around to say, looking at the church, we see the glory in the church. നമ്മള് ഗ്ലോറി ടു ഗോഡ് ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്ന ഒരു കാര്യം, എന്നാൽ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ നമ്മളെ നോക്കിക്കൊണ്ട് ഇതാ ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുവാൻ കഴിയുന്നതാണ് നല്ലത്. Now that is why the Lord is calling us out to be a body of believers who will reflect the life of Jesus Christ. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ തേജസ് വെളിപ്പെടുത്തുവാൻ വേണ്ടി നമ്മളെ ഒക്കെയും കർത്താവ് വിളിച്ച് വേർതിരിച്ച് ഒന്നാക്കി തീർത്തിരിക്കുന്നത്. Now one important truth that I want to place before us tonight is, ഒരു പ്രാധാന്യമുള്ള സത്യം ഇന്ന് രാത്രി വെക്കാൻ ആഗ്രഹിക്കുന്നത്, the Lord has called you to be members of the body. കർത്താവിന്റെ ശരീരത്തിലെ അവയവങ്ങളാകുവാൻ നിങ്ങളെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ, Now let me ask you one thing. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. Now we may be members, but we cannot be held together if there are no joints in the body. നമ്മൾ അംഗങ്ങളായിരുന്നാലും ഈ സന്ധികളില്ല എങ്കിൽ അവയവങ്ങൾ തമ്മിൽ യോജിക്കുന്നത് പ്രയാസമാണ്. That is very important for us. അത് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. So we need to know that we cannot be just individual members doing our own thing, but we need to be members joined with one another. നമ്മളെ സ്വന്തം കാര്യം സ്വന്തം ഇഷ്ടം പോലെ ചെയ്യുന്നതായിട്ടുള്ള ഒരു വിശ്വാസിയായിരിക്കാൻ സാധ്യമല്ല. പിന്നെയോ നാം മറ്റൊരു അവയവത്തോട് സന്ധികളായി യോജിക്കപ്പെടുന്ന അവസ്ഥയിൽ വരേണ്ടതായിട്ടുണ്ട്. It is very important to see in our lives that we are joined with one another. വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം, അന്യോന്യം നമ്മുടെ സന്ധികളായി യോജിക്കപ്പെടുന്നത് കാണേണ്ടതായിട്ടുണ്ട്. Now when we look at the local church, പ്രാദേശിക സഭയെ നമ്മൾ നോക്കുമ്പോൾ it should look like this. Jesus the head, okay? യേശു തല,
And then we are the members of the body of Christ. Yeah. നാം ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. Okay, now that's the body of Christ. The body of Christ. This is what Paul says. ഇതാണ് പൗലോസ് പറയുന്നത്. Yeah. Jesus Christ is the head. യേശു ക്രിസ്തു തല. We all are the members of the body. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. This is what the local church is. ഇതാണ് വാസ്തവത്തിൽ പ്രാദേശിക Jesus സഭ. Christ is the head. യേശു ക്രിസ്തു ആണ് തല. And we all are members fitly framed together, joining with the head, the Lord Jesus Christ. നാം എല്ലാവരും അന്യോന്യ സന്ധികളായി യോജിച്ചതിനു ശേഷം ക്രിസ്തു എന്ന തലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. But what do we see today? ഇന്നെന്താ കാണുന്നത്? We see pastor, ഇന്ന് കാണുന്നത് പാസ്റ്റർ, chief pastor, we call him. Or സെൻട്രൽ പാസ്റ്റർ, പിന്നെ ചീഫ് പാസ്റ്റർ, and then the elders, പിന്നെ മൂപ്പന്മാര്, then the deacons. പിന്നെ We ശുശ്രൂഷകര്. see so many other things and not a living organism. വാസ്തവത്തിൽ അനേക മറ്റുവിധ പലവിധമായ കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഒരു 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 ജീവനുള്ള വസ്തു അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു ശരീരം കാണാൻ വളരെ വിഷമമാണ്. We need to see that we are called to be like this. നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ഇതുപോലെ ആയിരിക്കാൻ വേണ്ടിയാണ്. We have been called to be a body of believers with Jesus Christ as the head. നാം ക്രിസ്തുവിന്റെ ഒരു ശരീരമായിരിക്കുകയും നമ്മുടെ തലയായി ക്രിസ്തു ഉണ്ടായിരിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. And therefore Paul says that every joint or every member is fitly joined together with one another. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് എല്ലാ അവയവങ്ങളും സന്ധികളാലും ഞരമ്പുകളാലും യോജിച്ച് ഒന്നായി തീരണമെന്ന്. Somebody please read again chapter 4 and verse 16. The very എഫെസ്യർ 4:16 വായിച്ചാൽ ശരീരം മുഴുവൻ യുക്തമായി ചേർന്ന് Ah. ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം Yeah. ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. Right. Read again in English please. From whom the whole body, Yeah. fitly joined together Fitly joined together. Yeah. and compacted by that which every joint supplieth, Every joint supplier. according to the effectual working in the measure of every part, maketh increase of the body unto the edifying of itself in love. Yeah. So we see that without this joining there can be no increase. അതിന്റെ അർത്ഥം ഈ സന്ധികളില്ലാതെ ഒരിക്കലും ഒരു വളർച്ച ഇല്ല എന്നാണ്. Today, people talk about increase only in terms of number. ഇന്നത്തെ ആൾക്കാർ വർധനമെന്ന് ഉദ്ദേശിക്കുന്നത് മുഴുവൻ എണ്ണത്തിലാണ്. But that is not the emphasis in Paul's writing here. എന്നാൽ പൗലോസിന്റെ ഇവിടെയുള്ള എഴുത്തെന്ന് പറയുന്ന അങ്ങനെയല്ല. God's emphasis has never been number. ദൈവത്തിന്റെ പ്രാധാന്യത എന്ന് പറയുന്നത് എണ്ണത്തിലല്ല. Because God is not trying to outnumber Satan and his army but by getting or recruiting more people to his side. പിന്നെ തന്റെ ജനത്തെ വിളിച്ച് വേർതിരിക്കുന്നതിലൂടെ പിശാചിനെ അവനുള്ളവരെ വേർതിരിക്കുന്ന ഒരു പരിപാടിയല്ല കർത്താവിനുള്ളത്. No, I would like to say that again. The Lord is not trying to outnumber Satan by recruiting more people into his side. Means, that he will have more people than Satan would have. കർത്താവ് തങ്ങളിലേക്ക് കുറെ ആൾക്കാരെ ക്ഷണിച്ച് വേർതിരിക്കുന്നതിലൂടെ പിശാചിനേക്കാൾ കൂടുതൽ ആൾക്കാരെ തനിക്ക് കിട്ടിയെന്ന് അഭിമാനിക്കാൻ വേണ്ടി കർത്താവ് ഒന്നും ചെയ്യുന്നില്ല. Yeah, that is one thing we got to know. അത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. Now the Lord is not going to fight with Satan by the number of people he will have. No. ദൈവത്തിന് ലഭിക്കുന്നതായ ആൾക്കാരുടെ എണ്ണം വെച്ചുകൊണ്ടല്ല ദൈവം പിശാചുമായി യുദ്ധം ചെയ്യാൻ പോകുന്നത്. But we need to know that God is going to really bring the church to maturity, and through the church he is going to expose and defeat all the works of Satan. ദൈവം തന്റെ സഭയെ ഒന്നിച്ച് വിശ്വാസികളെ ഒന്നിച്ച് ചേർത്ത് പണിത് തന്റെ ശരീരമായി തീർത്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി ആ സഭയിലുള്ള ശക്തിയിലൂടെ പിശാചിനെയും അവന്റെ പ്രവർത്തനത്തെയും ഇല്ലാതാക്കുമെന്ന് ശപിക്കാൻ So the പോവുകയാണ്. Lord is never after number, but the Lord is after an increase of his life in his people in these days. ദൈവം ഒരിക്കലും എണ്ണത്തിൽ വ്യാപൃതനല്ല, പിന്നെയോ തന്റെ ജീവൻ തന്റെ ജനത്തിൽ പകരപ്പെടണം, അത് വർദ്ധിക്കണമെന്നുള്ള ഒരേ ഒരു ആഗ്രഹമുള്ളവനാണ്. So, beloved brothers and sisters, we need to know that God is not after number concerning us here, but the Lord is surely concerned about an increase of his life that will come to us through every joint supply. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എണ്ണം എന്നുള്ളത് അല്ല ദൈവത്തിന് ഒരു
പ്രശ്നമായിരിക്കുന്നത്. പിന്നെയോ തന്റെ ജീവൻ നമ്മിലൂടെ ഈ ദിവസങ്ങളിൽ വെളിപ്പെടണം എന്നുള്ളത് മാത്രമാണ് ദൈവത്തിന് പ്രാധാന്യത. There was a pastor ഒരു പാസ്റ്റർ whose name is John. ജോൺ ആണ് അദ്ദേഹത്തിന്റെ പേര്. You know, one day when he was praying, ഒരു ദിവസം അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നപ്പോൾ the Lord said to him like this. അദ്ദേഹത്തോട് ഇങ്ങനെ ദൈവം പറഞ്ഞു, He said, John, at one time you had 200 children, but you have 2,000 children now. ഒരു കാലത്ത് ജോണ് നിനക്ക് 200 കുട്ടികളാണ് മക്കളായിട്ട് ഉണ്ടായിരുന്നത്, ഇപ്പൊ അത് 2000 വർദ്ധിച്ചിരിക്കുകയാണ്. Now you are not having a church, but you have an orphanage, and you are the director of the orphanage. അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പൊ നീ ഒരു അനാഥശാലയാണ് നടത്തുന്നത്, വാസ്തവത്തിൽ സഭയല്ല, ഈ അനാഥശാലയുടെ ഡയറക്ടറായിട്ട് ഇപ്പൊ നീ ഇരിക്കുന്നത്. In other words, we see that when he had 200 people, they remained as real children, never grown in the Lord. And through evangelism, he got more people, and the church grew into 2,000, but they were all in the same level of growth like ഒരു children. വ്യക്തി പറഞ്ഞ 200 പേരെ ലഭിച്ച സമയത്ത് അവർ ആത്മീകമായി വളരാതെ ശിശുക്കളായിരുന്നു. വീണ്ടും 2000 കൂടെ കൊണ്ടുവന്നു. ഇവരെല്ലാം ആത്മാവിൽ വളരാതെ ആത്മീകമായി വളരാതെ ശിശുക്കളായി ഇരുന്നതുകൊണ്ട് ഇത് ഒരു അനാഥശാല മാത്രമായി മാറിയിരിക്കുകയാണ്. And the Lord began to deal with this man. ഈ ദൈവദാസനോട് ദൈവം ഇടപെടുവാനായിട്ട് തുടങ്ങി. And then God began to remove the people from the church. സഭയിൽ നിന്ന് ഓരോരുത്തരും ദൈവം അങ്ങോട്ട് നീക്കാനായിട്ട് തുടങ്ങി. When the Lord began to reveal to him the truth about the body of Christ. കർത്താവിന്റെ സഭയാകുന്ന ശരീരത്തിലെ സത്യത്തെക്കുറിച്ച് ദൈവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തിയപ്പോൾ So many people began to leave the church. പല ആൾക്കാരും സഭ വിടുവാനായിട്ട് So we തുടങ്ങി. need to know that we need to have an increase that comes from our joining together with one another. നാം അന്യോന്യം ബന്ധിപ്പിക്കപ്പെടുന്നതിലൂടെ ഒരു ആത്മീകമായ വളർച്ച നമ്മിൽ Now സംഭവിക്കേണ്ടതായിട്ടുണ്ട്. let me ask you one thing. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. What is the purpose of a joint? ജോയിന്റിന്റെ ഈ സന്ധികളുടെ ഉദ്ദേശം എന്താണ്? Somebody can answer me. Right, you see movement, yes. Tell me some other reason. Purpose. Join. Flexibility, right? Yeah, I said it before. It is this joint that holds two members together. Praise God. ഈ സന്ധി He's building a body in the earth today. He's building a body, and it's not of clay, a spiritual body to the glory of God. He's building a body in the earth today. Your place in that body in the earth today. Get into God's order and learn to obey. The death to self message